7 മണി മിസ്റ്റേക്സ് ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് യു. എല്ലാവർക്കും കോമണായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും പണം കയ്യിലുണ്ടാവണം എന്ന കാര്യമാണ്. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേട്ടുവരുന്ന ഒന്നാണ് പണം സൂക്ഷിച്ചു വേണം ചെലവാക്കണം എന്ന്. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഹൈ പേയിങ് ജോബിൽ പലരും സെറ്റിലാവാൻ നോക്കുന്നത്. നമ്മുടെ ചുറ്റും നോക്കിയാൽ ഇങ്ങനെയുള്ള ഹൈ സാലറി വാങ്ങുന്ന പലരെയും കാണാൻ പറ്റും. പക്ഷേ അപ്പോഴും അവരുടെ ഫിനാൻഷ്യൽ ലൈഫ് സ്റ്റേബിൾ ആയിരിക്കില്ല. പല ഡെബ്സും അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. എന്നാൽ ചെറിയ സാലറി വാങ്ങുന്ന പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇൻസ്റ്റഡ് പല അസറ്റ്സും സേവിങ്സും ഉള്ള എക്സാമ്പിൾസും നമുക്ക് കാണാൻ പറ്റും. പണം സമ്പാദിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം പലർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ അതെങ്ങനെ സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും പഠിക്കണം എന്നില്ല. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന 7 മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ. നമ്പർ 1, നോട്ട് ബീയിങ് പേഷ്യൻറ്റ്. ബിൽ ഗേറ്റ്സ് ആൻഡ് വാരൻ ബഫറ്റ് ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ബിൽ ഗേറ്റ്സ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത്, എങ്ങനെയാണ് വാരൻ ബഫറ്റ് വളരെ ചെറിയ അതേപോലെ കറക്റ്റ് പ്രൈസിൽ സിമ്പിളായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ഫിലോസഫി ഫോളോ ചെയ്തിട്ട് ഇത്രയും വലിയ ഫിനാൻഷ്യൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തതെന്ന്. സോ ഇതേ സെയിം ഫിലോസഫി തന്നെ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാത്തത്? അതിന് വാരൻ ബഫറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: നോ വൺ വാണ്ട്സ് ടു ഗെറ്റ് റിച്ച് സ്ലോലി. ഈ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കാലത്ത് മോസ്റ്റ്ലി എല്ലാവർക്കും എക്സ്പ്രസ് സ്പീഡിലാണ് എല്ലാം വേണ്ടത്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അടക്കം. ഈ പേഷ്യൻസ് ഇല്ലായ്മയാണ് പലരെയും ഫെയിലാക്കുന്ന ഫാക്ടർ. ഫിനാൻഷ്യൽ ഗ്രോത്ത് എപ്പോഴും സ്റ്റേബിൾ ആവുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ ലൈഫിൽ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. പലരും ഇങ്ങനെയുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തത് അതിനുള്ള പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുതന്നെയാണ് അവരുടെ മേജർ മിസ്റ്റേക്കും. അതുകൊണ്ട് എപ്പോഴും ലോങ് ടേം ഗോൾസ് പ്ലാൻ ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ ഷോർട്ട് ടൈം ഗോൾസിന് പിന്നാലെ പോയാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റിൽ പല റിസ്കി ഡിസിഷൻസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതേസമയം ലോങ് ടേം പ്ലാൻസ് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനുള്ള ടൈം ഗ്യാപ്പ് അവിടെ കിട്ടും. പോയിന്റ് 2, ശരിക്കും പണക്കാരനാവുന്നതും ഷോ ഓഫ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. പല സാധനങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും അതിൽ തന്നെ പലതും മറ്റുള്ളവരുടെ മുന്നിൽ ഈക്വൽ ആവാനോ ഷോ ഓഫ് ചെയ്യാനോ വാങ്ങുന്ന കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, പുതിയതായി ലോഞ്ചായ മൊബൈൽ ട്രെൻഡിയായി മാറിയത് കൊണ്ട് സോഷ്യൽ സ്റ്റാൻഡ് കാണിക്കാൻ പലരും അത് ഫുൾ എമൗണ്ട് കൊടുത്തോ EMIയിലോ പർച്ചേസ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും അനാവശ്യമായി പണം കൊടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇത് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഉണ്ടായ കുഴപ്പങ്ങളാണ്. ഏത് വണ്ടിയാണ് വെച്ചിരിക്കുന്നത്, എത്ര വലിയ വീടാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സോഷ്യൽ സ്റ്റാറ്റസ് മെഷർമെൻറ്റ്സ്. ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് പോലും ഇതെല്ലാം വെച്ചാണ്. അതുകൊണ്ട് തന്നെ പലരും പണമില്ലെങ്കിൽ പോലും കടം വാങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. പക്ഷേ അത് എത്ര വലിയ തെറ്റായ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് എന്ന് അറിയുമ്പോഴേക്കും വളരെ ലേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ഗോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആണെങ്കിൽ റിച്ച് ആവാനുള്ള സ്ട്രാറ്റജീസ് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു എന്ന ആക്ട് അല്ല ചെയ്യേണ്ടത്. പോയിന്റ് 3, ഷോപ്പിംഗ്. മാർക്കറ്റിൽ ഏതൊരു സെയിൽ അനൗൺസ് ചെയ്താലും അവിടേക്ക് ഓടുന്ന പബ്ലിക്കായിട്ടാണ് പലരും ഇപ്പോൾ മാറിയിരിക്കുന്നത്. സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെയുള്ള അറ്റ്മോസ്ഫിയറാണ് ഇങ്ങനെയുള്ള ക്രിസ്മസ് സെയിൽ, ഓണം സെയിൽ, റംസാൻ സെയിൽ എല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ മൈൻഡിൽ 1-2 സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ എത്തുമ്പോൾ അവർ തരുന്ന ഡീൽ ഓഫർ കാരണം ചില സാധനങ്ങൾ ആവശ്യമില്ലെങ്കിലും വളരെ ചീപ്പായി കിട്ടുന്നത് കൊണ്ട് അത് വാങ്ങിപ്പോവും. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് 20,000 രൂപയ്ക്ക് ഒരു മൊബൈൽ വാങ്ങണം. അപ്പോഴാണ് സെയിൽസിൻ്റെ പേരിൽ 70,000 രൂപ മൂല്യമുള്ള മൊബൈൽ 50,000 രൂപയ്ക്ക് കിട്ടുന്നത്. അത് വാങ്ങുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് ഞാൻ 20,000 രൂപ സേവ് ചെയ്തു എന്നാണ്. പക്ഷേ അയാൾക്ക് ശരിക്കും 30,000 രൂപ ലോസ് ആണ് ഉണ്ടായത്. അയാളുടെ ആവശ്യം 20,000 രൂപയുടെ മൂല്യമുള്ള ഒരു മൊബൈലായിരുന്നു. പക്ഷേ സെയിലിൻ്റെ ഡിസ്കൗണ്ട് ഓഫറാണ് അയാളുടെ പ്ലാനെ മാറ്റിയതും 30,000 രൂപ കൂടുതൽ ചിലവാക്കിയതും. പോയിന്റ് 4, നോട്ട് മേക്കിംഗ് അസറ്റ്സ്. പലരും വിചാരിക്കുന്നത് അവർ വാങ്ങുന്ന പല സാധനങ്ങളും അവരുടെ അസറ്റ്സ് ആണ് എന്നാണ്. അസറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം അനുസരിച്ച് വാല്യൂ അധികമാക്കി തരുന്ന കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് സെയിം വാല്യൂവിൽ തന്നെയുള്ള സംഗതികളായിരിക്കും. ചിലർ അവരുടെ വീട് അസറ്റാണെന്ന് ചിന്തിക്കും. പക്ഷേ അത് വിൽക്കാനുള്ള പ്ലാൻ നിങ്ങൾക്കില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ അസറ്റല്ല. അസറ്റ്സ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ അടുത്തുള്ള അസറ്റ്സിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ കയ്യിലുണ്ടാവണം. 5. ടേക്കിംഗ് ടു മച്ച് ലോൺസ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഇതിന് ബ്ലോക്കായി നിൽക്കുന്ന ലോൺസിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ചിലരൊക്കെ ആവശ്യമില്ലാതെ ലോൺ എടുത്ത് പ്രശ്നത്തിൽപ്പെടും. ഇപ്പോഴത്തെ കാലത്ത് ലോൺ എടുക്കുന്നത് വളരെ ഈസിയായി മാറി. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലെങ്കിലും ആ ഒരു ഡിസിഷൻ പലരും എടുക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ പ്രശ്നം വരുന്നത് ഈ ലോൺ യൂസ് ചെയ്ത് ഷോ ഓഫ് ചെയ്യുന്നവർക്കാണ്. ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഹാബിറ്റ് അവരെ വീണ്ടും വീണ്ടും ഫോൺ ലോൺ, 2 വീലർ ലോൺ, ആക്സസറീസ് ലോൺ, അങ്ങനെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ലോൺസ് എടുക്കാനും ഡെബ്റ്റ്സ് കൂട്ടാനും കാരണമാവും. ഡേവ് റാംസെ അദ്ദേഹത്തിൻ്റെ ബുക്ക് ദ ടോട്ടൽ മണി മേക്ക് ഓവറിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളുടെ ഇൻകമിൻ്റെ 30% കൂടുതലാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഔട്ട് ഓഫ് ഷേപ്പ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. പോയിന്റ് 6. എമർജൻസി ഫണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. എല്ലാ ഫണ്ട്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എമർജൻസി ഫണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി ജോലി പോയാലോ വീട്ടിൽ ആർക്കെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസി വന്നാലോ അവിടെയെല്ലാം ഈ എമർജൻസി ഫണ്ടാണ് യൂസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കും ഫോക്കസ്ഡ് ആയിരിക്കണം. റെഗുലറായി തന്നെ ഇതിൽ നിങ്ങളുടെ ഇൻകമിൻ്റെ ഒരു സെറ്റ് ഓഫ് പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം. അത് നിങ്ങളെ ഏതൊരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിലും പ്രിപ്പയർഡ് ആയിരിക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഈ ഫണ്ടിൻ്റെ യൂസ് ഏതിലേക്കാണ് പോകുന്നത് എന്നാണ്. ചിലരൊക്കെ ഇങ്ങനെയുള്ള എമർജൻസി ഫണ്ട് മൊബൈൽ വാങ്ങാൻ അല്ലെങ്കിൽ പാർട്ടി സ്പോൺസർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം ഇത് യൂസ് ചെയ്യാൻ. ഫൈനലി, പോയിന്റ് 7. ഡിപ്പെൻഡിങ് ഓൺ എ സിംഗിൾ സ്ട്രീം സോഴ്സ്. നിങ്ങൾ എല്ലാ മാസവും ഒരു സിംഗിൾ ഇൻകം സോഴ്സ്, അതായത് സാലറിയിൽ മാത്രമാണോ ഡിപ്പെൻഡഡ് ആയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. കാരണം അങ്ങനെയുള്ള സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകമിൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ആയാൽ അത് നിങ്ങളെ ഫിനാൻഷ്യലി ഇൻസെക്യൂർഡ് ആക്കാൻ തുടങ്ങും. എസ്പെഷ്യലി നിങ്ങളുടെ ആ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം വരുന്നത് ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു ചെറിയ കമ്പനിയിൽ നിന്നാണെങ്കിൽ അത് നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെയും നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഇൻകം ജനറേറ്റ് ആവുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മളിൽ പലരും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന 7 മണി മിസ്റ്റേക്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസായി അറിയുമ്പോൾ അത് നമ്മളെ അടുത്ത പ്രാവശ്യം ഒരു തെറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ അവെയറാക്കും. ഇത് തന്നെയാണ് ഞങ്ങൾ വെൽത്ത് സ്കൂൾ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത്. സോ ഇതേപോലെയുള്ള പല മണി സീക്രട്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ് വാച്ചിങ് അവർ ചാനൽ. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.